ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഗോഷ്ടി കാണിക്കില്ല കേട്ടോ. നമ്മൾ റെഡി ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പൂനെ ചിട്ടുവിനെയൊക്കെ കൂട്ടിയിട്ട് തന്നെ കേട്ടോ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിർത്തിയിട്ട് പോയ അച്ഛനമ്മയ്ക്ക് രാത്രി കിടന്ന് ഉറങ്ങണം. എന്താ വെച്ചാൽ രാവിലെ 1 മണിക്ക് പണിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവർ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന വഴിയെ ഇതുങ്ങളെല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് തന്നെ പോകണം. എന്നാലും സാരമില്ല, സിനിമ ആണല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഇതുങ്ങളൊക്കെ പെറുക്കി കെട്ടി ഷിറ്റുവിനും അമ്മയച്ചനും കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ നമ്മൾ റോട്ടിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ വണ്ടി അങ്ങോട്ടേക്ക് കയറുന്നില്ല, തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ റോട്ടിലേക്ക് വന്നു. ഗീഷേട്ടാ എവിടെ പോന്നേ? ഒരു സിനിമക്ക് പോവാന്ന് വിചാരിച്ചു. എന്ത് സിനിമ? പ്രേമല്ല പ്രേമലു. പ്രേമലു അമ്പു, പ്രേമല്ല കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെടൂലടാ. നീ വേണമെങ്കിൽ അമ്മമ്മേരെ അടുത്ത് നിന്നോ, ഇനി വരണ്ട. 7:30 കേട്ടോ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 6:45 7 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് ഇവിടുന്ന്. പിന്നെ കാസർഗോഡ് കേട്ടോ. കാസർഗോഡ് മെഹബൂബ് നർത്തകി എന്നുണ്ട് ആ ടിക്കറ്റിൽ. എനിക്ക് ആ തിയേറ്ററിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. അത് ഞാൻ ആ ടിക്കറ്റിൽ കണ്ടതാണ്. പിന്നെ അങ്ങനെ കാസർഗോഡ് ടൗണിലെത്തിയിട്ടാ. നല്ല ബ്ലോക്ക് ഉണ്ടായിന്. പിന്നെ അവിടെ അടുത്തൊരു അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിന്. അപ്പം നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ ബ്ലോക്കുള്ള സമയത്ത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായും പൊളിച്ചിരുന്ന് നോക്കുമായിരുന്നു. പിന്നെ പകലാണെങ്കിൽ ഇവിടെ മറ്റേ നമ്മളിങ്ങനെ സ്റ്റാൻഡൊക്കെ വിൽക്കുന്ന അവരുണ്ടാവുമല്ലോ, അവരൊക്കെ കാണും. പിന്നെ ഈ കുഞ്ഞിനെ ഞാനുണ്ടല്ലോ ആ പകലൊന്നും അങ്ങനെയല്ല, വൈകുന്നേരം സാധാരണ ഇവനൊരു ഉറങ്ങുന്ന സമയമുണ്ട്. ആ ഉറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഉറക്കാതെ ഇങ്ങനെ പിടിച്ച് ആ ഉറക്കത്തിനെ ഇങ്ങനെ പിടിച്ച് വെച്ച്. കാരണം എന്താ വെച്ചാൽ തിയേറ്ററിൽ പോകുമ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ കുഞ്ഞ് ഇങ്ങനെ കിടന്നെടുത്ത് ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ അങ്ങനെ എണീച്ച് നടക്കൊന്നുമില്ലല്ലോ. ഇപ്പം ഇവൻ നടക്കാൻ തുടങ്ങിയ പിന്നെ ഇവൻ നിൽക്കില്ല, എന്തായാലും നിൽക്കില്ല. അതുകൊണ്ട് ഇവനെ ഉറക്കിയിട്ട് നമ്മളിങ്ങനെ തോളത്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം പക്ഷേ ആടെ ഈ സൗണ്ടിലേക്ക് ഇവനെ എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ ചെന്നിട്ട് പിന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒട്ടുക്കത്തെ പൈസ കേട്ടോ. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതിനെല്ലാ സാധനത്തിനും ഭയങ്കര പൈസ കേട്ടോ. നമ്മൾ കടയിലത്തെക്കാളും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല പൈസയുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ തീറ്റ തുടങ്ങി കേട്ടോ. നല്ല സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കില്ല. എനിക്ക് ഈ ചേട്ടൻ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി കേട്ടോ. പിന്നെ അപ്പക്ക് ഷിട്ടു തിയേറ്റർ ഇളക്കി മറിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങുന്ന വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്തി ഈ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഇത് എണീറ്റിട്ട് പിന്നെ എനിക്ക് സിനിമ കാണാനും പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് ഈശോടും പറഞ്ഞു ഈറ്റിങ്ങളെല്ലാം കൂട്ടിയിട്ട് സിനിമക്ക് വന്ന് നമ്മളെ പറഞ്ഞാൽ മതിയെന്ന്. മറ്റേ ചെക്കനാണെങ്കിൽ ഇരിക്കുന്നേ ഇല്ല. എന്താ വെച്ചാൽ ഓൻ അടങ്ങിയിരിക്കുകയില്ല. ഒരു ലോഡ് സാധനം തിന്നാൻ വാങ്ങിച്ചിട്ട് ഉള്ളിൽ കയറിയത്. അത് തിന്ന് തീർത്തിട്ടും ഓൻ അടങ്ങിയിരുന്നിട്ടില്ല. ഓനോട്ട് സിനിമ കണ്ടിട്ടുമില്ല. അന്ന് നമ്മൾ ബിരിയാണി കേട്ടോ കഴിച്ചത്. അതൊന്നും എനിക്ക് പറയാൻ സമയം കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ പിള്ളേരെ ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള എൻ്റെ 2 പിള്ളേർക്ക് നല്ല കുരുത്തക്കേടുണ്ട്. അവർ അടങ്ങിയിരിക്കുകയില്ല, ഒട്ടും അടങ്ങിയിരിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സിനിമയൊക്കെ വെള്ളത്തിലായിരുന്നു. പിന്നെ ഈ കാണുന്നവരൊക്കെ വിചാരിക്കും എന്തിനീ 2 പിള്ളേരെ വെച്ച് സിനിമയ്ക്ക് വന്ന് അടങ്ങിയതെങ്കിൽ വീട്ടിലിരുന്നോടെന്ന് വിചാരിക്കും. പക്ഷേ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മക്കും അച്ഛനും സിനിമ കാണണ്ടേ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സന്തോഷങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെക്കണമെന്നോ, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കണം, മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും കണ്ടെത്തണമെന്ന് ഞാൻ പറയൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയോ, എല്ലാവരും ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നു വെച്ചാൽ മക്കളെ കളയണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആരും വിചാരിക്കേണ്ട. മക്കളും വേണം. പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അത് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. എനിക്ക് എല്ലായിടത്തും പോകാൻ ഇഷ്ടമാണ്. എനിക്ക് ഉത്സവത്തിൻ്റെ ചന്തകളിലെല്ലാം എന്നെ ഇറക്കി വിട്ടാൽ എനിക്ക് അതിൻ്റെ അത്ര സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടക്കാൻ, പോവാൻ, യാത്ര ചെയ്യാൻ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇത് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന മക്കൾ ഒരു കാലത്ത് നമ്മളെ നോക്കണം തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പല മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ.
അപ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല, നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ അവരെന്ത് പറയും ഇവരെന്ത് പറയും നോക്കി നിന്നാലും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ പെട്ടെന്ന് തട്ടിപ്പോയെങ്കിൽ എനിക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി, ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി, അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തിട്ട് തന്നെ പോവുക. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ദൈവം സൃഷ്ടിച്ചത്. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടല്ലോ, അതിലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ എനിക്ക് ഈ കാറിൽ കയറിയാനുണ്ടല്ലോ വായി പൂട്ടാനേ സമയമില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും, നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കേൾക്കാൻ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. അപ്പം പിന്നെ അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുണ്ടല്ലോ കേട്ട് കേട്ട് പണ്ടാറടങ്ങി. എന്നിട്ട് ഞാൻ വായു കൂട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വായു കൂട്ടുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് ആൾക്ക് മുന്നേ അറിയാം. പിന്നെ ഈ പറയുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അങ്ങനെ അധികം സംസാരിക്കൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ചിലപ്പ് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. കേട്ട് മടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ മിക്ക സ്ഥലത്ത് വണ്ടിയിൽ പോകുമ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇന്ന ഒരാളെന്നില്ല, ആരെ കിട്ടിയാലും ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഫസ്റ്റ് ഒന്ന് കമ്പനിയാകാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ. പിന്നെ രണ്ടാൾക്കും നല്ല ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഉറക്കം രണ്ടാളും നേരത്തെ ഉറങ്ങിയെങ്കിൽ നമുക്ക് സിനിമ കാണാമായിരുന്നു. എന്ന് വെച്ചാൽ സിനിമ തീരെ കണ്ടില്ലെന്നല്ല, എന്നാലും അവർക്ക് പിന്നെ നമ്മളെ ഇങ്ങനെ എന്താ ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. കുട്ടികളുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ ഇന്ന് പകലേ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഞാൻ രാവിലെ വീട്ടിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ ഇന്ന് ടാങ്കിൽ നമ്മളെ മോട്ടറിന് എന്തോ പ്രശ്നമായിട്ട് അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വർക്കാകാത്തതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ചോറും കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ സിനിമയ്ക്കും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവരെ വിളിച്ചപ്പം അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല വരാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ അവരെ അങ്ങനത്തെ ഒരു സിനിമയൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പിന്നെ അച്ഛൻ പൊതുവെ തീരെ വരാറില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല സിനിമയ്ക്ക്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.